ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാണ് ഞാൻ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ ഉള്ളി, തക്കാളി, പച്ചമുളക് ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒലീവ് ഓയിലാണ് അധികം ഫുഡ് കുക്ക് ചെയ്യാറ്. അതുകൊണ്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യൽ. ഒലീവ് ഓയിൽ ഞാൻ നന്നായിട്ട് നമ്മളെ പാത്രത്തിൽ ഒഴിക്കുവാണ്. നന്നായിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പം ഈ പാത്രം അടിപൊളി പാത്രമാണ്. പക്ഷേ പെട്ടെന്ന് അടിയിൽ പിടിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പക്ഷെ അടിപൊളി പാത്രമാണ്. പെട്ടെന്ന് അടിയിൽ പിടിക്കുമെന്ന് വെച്ചാൽ ആ ഒരു ഇളക്കാണ്ട് തിന്നാലേ പിടിക്കൂലും. പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇളക്കുമ്പോൾ തന്നെ അത് ഇളകി വരും. അടിപൊളി സാധനമാണ് കേട്ടോ. എന്നിട്ട് അടിപൊളി പാത്രമാണ്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഉള്ളി അങ്ങ് വാട്ടിയെടുക്കുകയാണ്. എപ്പോഴും നമ്മൾ നന്നായിട്ട് ഉള്ളി വാട്ടിയെടുത്താലേ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. എനിക്ക് പണ്ടൊന്നും ഈ ഒരു ക്ഷമ ഉണ്ടായിട്ടില്ല. പിന്നെ കറീൻ്റെ ടേസ്റ്റ് കുറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നന്നായിട്ട് വാട്ടിയെടുക്കാൻ തുടങ്ങി കേട്ടോ. ഉള്ളി നന്നായിട്ട് നിറങ്ങനെ മുറിച്ചാൽ അത്രയും നല്ലത്. പിന്നെ അതിൽ കുറച്ച് ഉപ്പിടുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വാട്ടിയെടുക്കാൻ പറ്റും. എല്ലാവരും പറയുന്നേക്കാം. അങ്ങനെ ഞാൻ ഉപ്പിട്ട് നോക്കുമ്പോൾ എനിക്കും തോന്നി ഉള്ളി പെട്ടെന്ന് വാടി വരുന്നുണ്ട് എന്ന്. എന്നിട്ട് ഇതാ ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലെന്ത് ചെയ്യണം, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ചേർക്കുക. എനിക്ക് നല്ല പഴുത്ത തക്കാളിയാണ് ഇന്ന് കിട്ടിയത്. അത് ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതും നന്നായിട്ട് ചേർത്ത് ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് അതിൻ്റെ ആ ഒരു രസമൊക്കെ ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് അത് മൂടി വെച്ചതിന് ശേഷം ഇവിടെ ഞാൻ എൻ്റെ ചിക്കൻ കുറച്ച് പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങ നീരും. അതിൽ പിന്നെ മുളക് പൊടി ഇടണം എന്നില്ല. കാരണം നമ്മൾ ഇന്ന് മെയിനായിട്ട് കുരുമുളക് ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പെപ്പർ പൊടി തന്നെ ഇട്ടിട്ടാണെങ്കിൽ മാരിനേറ്റ് ചെയ്യുന്നെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഞാൻ ആ മാരിനേറ്റ് ചെയ്തത് ഈ മസാല നമ്മളെ ഉള്ളിയിലേക്കൊക്കെ ഇട്ടിട്ടുണ്ട് ആ ചിക്കൻ. ഇതാണ് നമ്മൾ കുരുമുളക് പൊടി കേട്ടോ. ഈ കുരുമുളക് പൊടി കളറില്ല, അതുകൊണ്ടാണ് എൻ്റെ കറിക്കും ഒരു കുരുമുളകിൻ്റെ കളർ വരാത്തത് കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് ഇതെന്നാണ് ഒരുമാതിരി ലൈറ്റ് കളറെന്ന്. പിന്നെ മുളക് പൊടി ഇട്ട് അതുകൊണ്ട് ആ കളർ കിട്ടുന്നില്ല. പിന്നെ അധികം കുരുമുളക് ഇട്ടാൽ നമ്മളെ വയറങ്ങ് കത്തിപ്പോവും. അതുകൊണ്ട് കുരുമുളക് നമ്മൾ ഇടുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കുരുമുളക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ചിക്കൻ ഈ ഒരു ഉള്ളി തക്കാളിയിൽ ഇതിൽ ഇട്ടിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിതിൽ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് വേവിക്കാൻ വെക്കുക കേട്ടോ ചിക്കൻ. ഇതായിപ്പോൾ എൻ്റെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കറി നമ്മൾ ചിക്കൻ ഇടുന്ന ടൈം കുറച്ച് ചിക്കൻ പിന്നെ എന്താ പറയുക നമ്മളെ ഇറച്ചി മസാല കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ. അപ്പോൾ ഓക്കെ, എൻ്റെ കറി റെഡിയായി. ടാറ്റ ബൈ ബൈ.